അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കുറെ നേരമായിട്ട് വഴക്കായിരുന്നു. അവര് വഴക്കിടുന്ന ശബ്ദം അങ്ങ് അയൽ വീടുകൾ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. വഴക്കൊക്കെ കഴിഞ്ഞ് എന്തോ ആവശ്യത്തിനായിട്ട് മരുമകൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അയൽവാസിയായ ഒരു സ്ത്രീ പറയുകയാണ്, മോളെ, നിന്റെ അമ്മായിയമ്മ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്. അവരുടെ കൂടെ നീ താമസിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം നശിച്ച് നാറാണക്കല്ലായി പോവും. ഉടനെ മരുമകൾ പറഞ്ഞു, ആന്റി, സൂക്ഷിച്ച് സംസാരിക്കണം. അവർ എൻ്റെ അമ്മായിയമ്മയാണ്. എൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. ഞങ്ങള് വീട്ടിൽ വഴക്കിടുകയോ ഇനി മറ്റെന്ത് ചെയ്താലും അത് ഞങ്ങളുടെ മാത്രം കാര്യം. നിങ്ങൾ അതിൽ തലയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അയൽവാസി സ്ത്രീ പുഞ്ചിരിച്ചും കൊണ്ട് പറയുക, മോളെ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ആന്റി, നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയല്ല, എന്റെ കുടുംബം തകർക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള സ്ത്രീകളോട് സംസാരിക്കാൻ പോലും പോകരുതെന്ന്. ഇത്രയും കേട്ടപ്പോൾ അവർക്ക് വയറ് നിറഞ്ഞ് അയൽവാസി സ്ത്രീ അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അവൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് അവളും കയറി. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, വാതിലിന്റെ പിറകിൽ നിന്ന് അമ്മായിയമ്മ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, അവരുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളി ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ തന്റെ മരുമകളെ തന്റെ മാറോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് എനിക്ക് വിശ്വാസമായി മോളെ, നീ എന്നെയും നിന്റെ ഭർത്താവിനെയും നന്നായി പരിപാലിക്കും. മരുമകളും അമ്മായിയമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു, അമ്മേ, വീട്ടിലെ കാര്യങ്ങൾ വീട്ടിനുള്ളിൽ മാത്രം നിൽക്കണം. അപ്പോൾ വീട് സ്വർഗതുല്യമായി തീരും. ഏത് വീട്ടിലാണ് വഴക്കില്ലാത്തത്? ഏതു വീട്ടിലാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തത്? ഇതിനിടയിലേക്ക് മൂന്നാമതൊരാളെ കയറ്റിവിടുമ്പോഴല്ലേ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്? എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം?